ല്ലേ എസ് എഫ് ഐ സംബന്ധിച്ച് ഒരു ആത്മാർത്ഥക്കേടും ഈ വിഷയത്തിനകത്തില്ല. എസ് എഫ് ഐയെ സംബന്ധിച്ച് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ്. ഇവിടെ എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ അതേ അർത്ഥത്തിൽ തന്നെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി കഴിഞ്ഞു. പ്രിൻസിപ്പളിനെതിരായിട്ട് തന്നെയാണ് ആ നിലപാട് കേരളത്തിലെ സർവകലാശാല കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെന്റിന് മുമ്പായി ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ആദ്യ നിലയിൽ ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും അങ്ങ് ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അടക്കം സമരമുഖത്തുള്ള എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്, 20 ദിവസമായി എന്ന്. ഈ പറയുന്ന ഗൗരവം അങ്ങയുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഡൽഹിയിൽ നിന്ന് നാളെ വന്നതിന് ശേഷം പരിശോധിക്കാം എന്ന സാവകാശം തേടാൻ കഴിയുന്ന ഒരു സാഹചര്യമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ സമരത്തെ മനസ്സിലാക്കുന്നത് എങ്കിൽ അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അല്ല, ഇവിടെ എസ് എഫ് ഐയെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും വിദ്യാഭ്യാസ മന്ത്രിയും അങ്ങേയറ്റം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുമെന്ന് തന്നെയാണ് എസ് എഫ് ഐയുടെ നിലപാടും എസ് എഫ് ഐയുടെ ആഗ്രഹവും. എസ് എഫ് ഐ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ തിരികെ ശ്രീ ജേക്കബ് ജോർജ്, ഒരു കാര്യം വ്യക്തമാണിപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചയിലും കർക്കശമായ നിലപാടെടുത്ത് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത് എസ് എഫ് ഐ ഒഴികെയുള്ള സംഘടനകളുടെ പ്രതിനിധികളാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് ഈ സർക്കാർ ഇതുവരെ ചെയ്തതെന്നും എന്താണ് സർവകലാശാല ഇതുവരെ ചെയ്തത് എന്നതിലും യോജിപ്പുള്ള ഏക വിദ്യാർത്ഥി സംഘടനയും എസ് എഫ് ഐ മാത്രമാണ്. രാഹുലിൻ്റെ വാക്കുകൾ അതിൻ്റെ തെളിവുമാണ്. അപ്പോൾ എസ് എഫ് ഐയെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ട സാഹചര്യമല്ലേ? ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളെ തിരിച്ചു വിളിച്ചത് കർക്കശമായി ഒരു എസ് എഫ് ഐ ഒഴിച്ചുള്ള ബാക്കിയുള്ളവർ മുഴുവൻ ഇറങ്ങിപ്പോകാനുള്ള തീരുമാനം വന്നപ്പോഴാണ്. അല്ല, അതെ, നമ്മൾ സൂക്ഷ്മമായിട്ട് നമുക്ക് അറിയത്തില്ല. കേവലമായി പേര് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും എസ് എഫ് ഐയെ തള്ളി പറയുന്നില്ല. കാരണം ഞാൻ പത്മകുമാറിനെ കൂട്ടുകയാണ്. പത്മകുമാർ പറഞ്ഞല്ലോ എസ് എഫ് ഐക്കാർ അവിടെ ആത്മാർത്ഥമായിട്ട് സമരരംഗത്തുണ്ടെന്ന്. പത്മകുമാർ അങ്ങനെയല്ലേ? അക്കാഡമി യൂണിറ്റ് എങ്കിൽ അക്കാഡമിക് യൂണിറ്റ് എല്ലാ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഉണ്ട്. വേണു, ഞാൻ പല സി പി ഐ നേതാക്കന്മാരോട് സംസാരിച്ചു. സി പി എം നേതാക്കന്മാരുടെ പലരും മക്കളും ഈ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുണ്ട്, സമരരംഗത്തുണ്ട്. അവരൊക്കെ ഉറച്ചു നിന്നോളാൻ ആണ് അവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അവരുടെ പിതാക്കന്മാരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന്. ആ രക്ഷിതാക്കളൊക്കെ സി പി എമ്മിൻ്റെ ഉയർന്ന നേതാക്കന്മാർ തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം അവിടെ ഉറച്ചു നിൽക്കാം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇപ്പോൾ ആ സമരത്തിന്റെ ജയപരാജയങ്ങൾ നിൽക്കുന്നത്. ഒരു സർക്കാർ ഇവിടെയുണ്ട്, ഒരു സർവകലാശാല ഇവിടെയുണ്ട്. അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ടോ? മക്കളോട് ഉറച്ചു നിൽക്കാൻ പറഞ്ഞ ആ ഉറപ്പ് ഈ പിതാക്കന്മാരുടെ നിൽപ്പിലുണ്ടോ? തീർച്ചയായിട്ടും ആ എന്തോ ഒരു അയഞ്ഞ സമീപനം എവിടെയോ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിപ്പോൾ രാഹുൽ പറഞ്ഞ വാക്കുകളിലും അത് വ്യക്തമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിക്ക് പോയിരിക്കുന്നു. ആ ഒരു ഉത്തരവാദിത്വം കുറച്ചും കൂടെ നേരത്തെ ആകാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എസ് എഫ് ഐയുടെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അവരുടെ നിലപാട് ശക്തമാണ്, സുതാര്യമാണ്. ഉത്തരവാദിത്തം അവർക്ക് നേരത്തെ എടുക്കാമായിരുന്നു. അവർ വെച്ച് വൈകിപ്പിക്കുന്നെങ്കിൽ പിന്നെ അക്കാദമിയുടേതായ അവകാശം എടുക്കാം. പക്ഷേ വേണു, ഒരു കാര്യമുണ്ട്, ഈ സമരം തുടങ്ങിയത് KSU ആണ്. ആരും കൂടെ ഉണ്ടായിരുന്നില്ല, ഒരു സംഘടനയും കൂടെ ഉണ്ടായിരുന്നില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന MSF എന്ന മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന മാത്രമാണ്. ASF ഉണ്ടായിരുന്നു, ഓക്കെ, ASF ഉണ്ടായിരുന്നു. ABVP പിന്നെ വന്നത്, SFI പിന്നെ വന്നു. പക്ഷേ SFI വന്ന ശേഷം സമരം തുടങ്ങിയത്. ശരി ശുഭേഷ്, ശരി. KSU SFI ASF ഓക്കെ സമ്മതിക്കുന്നു. അല്ല, MSF ഉണ്ടായിരുന്നതിനകത്ത് MSF ഉണ്ടായിരുന്നു, യാതൊരു സംശയമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ആ സമരത്തിനോടൊപ്പം SFI ചേർന്നു. SFIക്ക് അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. മാത്രമല്ല ആ സമരത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ കോമൺ ആയിരുന്നു, സാധാരണമായിരുന്നു. അതൊരു സമരത്തിനെന്നല്ല, ഒരു ശക്തമായ തീവ്രമായ ഒരു സമരത്തിന് കാരണമാകുന്ന കാരണങ്ങളുമായിരുന്നു. SFIക്ക് ഇതില്ലാതെ വേറെ വഴിയില്ല. ഇത് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. എൻ്റെ ചോദ്യം, സർവകലാശാല ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ, സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ പിന്നെ ബലം കിട്ടുന്നത് ആർക്കാണ്? അക്കാദമിയുടെ ധാർഷ്ട്യത്തിനാണ്, അക്കാദമിയുടെ തീരുമാനങ്ങൾക്കാണ്. അതിനെ എതിരിടാനായി ഈ പറയുന്ന 12 കുട്ടികളെ, അല്ലേ ജ്യോതി, 12 കുട്ടികളെയാണോ പറഞ്ഞു വിടേണ്ടത്? വേണു, അതിൻ്റെ അകത്തല്ല, രംഗപ്പുറത്ത് വേറൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. പത്മകുമാർ വിട്ടിരിപ്പുണ്ടല്ലോ, BJPയുടെ രാഷ്ട്രീയം. നമ്മൾ വിശാലമായ ഒരു രാഷ്ട്രീയം കൂടെ കാണുന്നതിനകത്ത് അതിലേക്ക് വരാം. പക്ഷെ സർക്കാർ ചെയ്യേണ്ടതും സർവകലാശാല ചെയ്യേണ്ടതും, സർക്കാർ ചെയ്യേണ്ടത് സർവകലാശാല ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ അഭിപ്രായം കൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച്. കാരണം ഈ കുട്ടികൾ സമരം തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ മന്ത്രിക്ക് നിവേദനം കൊടുത്തു. മന്ത്രി ആ നിവേദനം മേടിച്ചിട്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചു. മന്ത്രി പറഞ്ഞു, ഞാൻ സർവകലാശാല കേരളത്തിലെ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലാണ്, തിരക്കിലാണെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നതിന് ശേഷം ആകെ ചെയ്തത് ഒരാഴ്ചയായി. അദ്ദേഹം ഒരാഴ്ച മുമ്പ് ഈ കുട്ടികളെ വിളിച്ച് ഹിയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വിളിച്ച് വരുത്തി ചോദിച്ചു, നിങ്ങളുടെ പരാതികൾ എന്തൊക്കെയാണ്? പൊതുസമൂഹം എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി ചോദിച്ചറിഞ്ഞു, നേരിട്ട് മുഖതാവിൽ ചോദിച്ചറിഞ്ഞു. ശരി, കഴിയട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരിഹാരം ഉണ്ടാക്കാം.
അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് സർവകലാശാലയുടെ റിപ്പോർട്ട് വരട്ടെ. സർവകലാശാല ഉപസമിതിയെ ചുമതലപ്പെടുത്തിയത് മന്ത്രിയല്ല, സർവകലാശാലയാണ്. സർവകലാശാലയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ അല്ല, ഞാൻ പറയാം, അതിലേക്കാണ് വരുന്നത്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതായത് സർവകലാശാലയുടെ രീതിയിൽ വന്ന പരാതി വെച്ചുകൊണ്ട് സർവകലാശാല സിൻഡിക്കേറ്റ് കൂടി ഇത്തരത്തിലൊരു ഉപസമിതിയെ ചുമതലപ്പെടുത്തി ഉപസമിതിയുടെ റിപ്പോർട്ട് സർവകലാശാല അംഗീകരിച്ചു. അതിനകത്ത് 1-2 കാര്യങ്ങൾ സർക്കാരിനെ ഞങ്ങൾ അങ്ങോട്ട് അറിയിക്കുകയായിരുന്നു, ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ സിൻഡിക്കേറ്റിൽ ചോദിച്ചു, സർവകലാശാലയിലെ ഉപസമിതി വെച്ച റിപ്പോർട്ട് വെച്ച സിൻഡിക്കേറ്റ് കൂടി അതിന് തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള സിൻഡിക്കേറ്റിൽ ഞാൻ ആദ്യം VC യോട് ചോദിച്ചത്, കേരളത്തിലെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഈ സർവകലാശാല ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ VC യോട്, അല്ലെങ്കിൽ രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? VC രജിസ്ട്രാറും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നിർദ്ദേശവും കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വമേധയാ ഞങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരല്ല, വി ആർ നോട്ട് ബൗണ്ട് ടു. പക്ഷേ ഞങ്ങൾ സ്വയം അങ്ങോട്ട് കൊടുത്തതാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ നിങ്ങളുടെ റിപ്പോർട്ടിന്മേൽ അധികാരപ്പെടുത്തുന്നത് എന്തിനാണ് സർക്കാരിനെ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ തീരുമാനപ്രകാരമാണ്, നടപടി എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. പിന്നെ എന്തിനാണ് അതാണ് മറ്റൊരു വിഷയം. അപ്പോൾ അവിടെയാണ് സർവകലാശാലയിലെ CPM അംഗങ്ങളുടെ കളകളി. ഞാൻ പറഞ്ഞ സർക്കാരിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ പറഞ്ഞത്. സർവകലാശാലയിലെ CPM അംഗങ്ങൾക്ക് മാത്രം, CPI പോലും കൂടെ വന്നിട്ടില്ല അവിടെ വിഷയം. ഈ ഞാൻ നേരത്തെ നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, കേരള സർവകലാശാലയ്ക്ക് ഒരു കാരണവശാലും ഒരു പ്രൈവറ്റ് കോളേജിലെ പ്രിൻസിപ്പളിനെ പുറത്താക്കാൻ പറയാനുള്ളൊരു അവകാശവും ഇല്ല. അങ്ങനെ ഇരിക്കെ ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു വാചകം എഴുതി തുടർ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റിനെയും മാനേജ്മെന്റിനെയും ചുമതലപ്പെടുത്തുന്നു. അതിൽ പോലും ആത്മാർത്ഥത കാണിച്ചില്ല. തുടർ നടപടി എന്ന് പറയുന്നത് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ സെൻസർ ചെയ്യുന്നതാവാം, ചിലപ്പോൾ ഓൺ ചെയ്യുന്നതാവാം. പ്രിൻസിപ്പളിനെതിരെ തുടർ നടപടി എന്ന് പറയുമ്പോൾ അത് മാനേജ്മെന്റ് തീരുമാനിച്ചു, ഞങ്ങൾക്ക് യുക്തമായ തീരുമാനം ഞങ്ങളെടുത്തു. സെൻസർ ചെയ്യുന്നതാവാം, ഓൺ ചെയ്യുന്നതാവാം, ഒരു മെമ്മോ കൊടുക്കുന്നതാവാം. നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല. നമുക്ക് അധികാരം ഇല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ വാശി പിടിക്കുന്നു ഗവൺമെന്റിലേക്ക് ഇത് കൊടുക്കണം. ശരി, കൊടുക്കുമ്പോൾ അതിനകത്തെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കുക. അതായത് പ്രിൻസിപ്പളിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് തുടരന്വേഷണം നടത്തണം എന്ന് ഒരു വാചകം എഴുതാൻ പറഞ്ഞപ്പോൾ CPM അംഗങ്ങൾ അത് വോട്ടിനിട്ടാണ് പരാജയപ്പെടുത്തിയത്. പക്ഷേ ജ്യോതി, പ്രിൻസിപ്പലിനെ മാറ്റാൻ കഴിയില്ല സർവകലാശാല ചട്ടപ്രകാരം. പക്ഷേ പ്രിൻസിപ്പളിനെതിരെ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷാ പരിശോധന അത് തീരുമാനിച്ചല്ലോ. അത് സർവകലാശാല മാത്രം അവകാശമാണ്. സർവകലാശാല തീരുമാനിക്കുകയും ചെയ്തു. അത് ആരെയും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവിടെ കൊണ്ട് തീരുകയാണ്. അതിനകത്ത് ഗവൺമെന്റിന് തുടർ നടപടി സ്വീകരിക്കാൻ ഒന്നുമില്ല. സർവകലാശാലയുടെ ചട്ടങ്ങൾ അനുസരിച്ച് സർവകലാശാല അവിടെ എടുക്കാവുന്ന തീരുമാനങ്ങൾ പരീക്ഷയെ സംബന്ധിച്ച് ക്യാമറ മാറ്റി വെക്കുന്ന സർവകലാശാലയ്ക്ക് ഇടപെട്ടു. പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടതുകൊണ്ട് ടീച്ചറെ മാറ്റി വരുത്താം. ഹാജറിൻ്റെ കാര്യത്തിൽ അക്കാഡമിക് ഇഷ്യൂസ് പരിഹരിക്കാൻ ഒരു ബോഡിയും അവിടെ ഉണ്ടാക്കി, ഒരു 3 അംഗ സമിതിയും ഉണ്ടാക്കി. അത് സർവകലാശാലയുടെ മാത്രം അധികാരമാണ്. സർവകലാശാല ചെയ്തു. മറ്റു കാര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ അവകാശമില്ല. പക്ഷേ അവിടെ സർവകലാശാലയ്ക്ക് ചെയ്യാമായിരുന്നു. നിങ്ങളുടെ ഇത് ആക്ടിൻ്റെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ വയലേഷൻ ആണല്ലോ സർവകലാശാല അവിടെ കണ്ടെത്തി ആ റിപ്പോർട്ട് അംഗീകരിച്ചതിലൂടെ മനസ്സിലായത്. ആ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിൻ്റെ 68ാമത്തെ ക്ലോസ് പ്രകാരം കോളേജിൻ്റെ അഫിലിയേഷൻ വിഡ്രോ ചെയ്യാനോ കോളേജിൻ്റെ അഫിലിയേഷൻ സസ്പെൻഡ് ചെയ്യാനോ സർവകലാശാലയ്ക്ക് അധികാരമുണ്ട്. അതിന് നടപടി സ്വീകരിക്കാം. അന്ന് രാവിലെ ചെയ്യാമെന്നല്ല, അതിന് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്ത് ഈ മാനേജ്മെൻറ്റിനെ കേൾക്കണം. ആ മാനേജ്മെൻറ്റിനെ അത്തരത്തിൽ കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്നത്തെ ധാർഷ്ട്യം ആ മാനേജ്മെൻറ്റ് കാണിക്കില്ലായിരുന്നു. അവിടെയാണ് പ്രശ്നം. അവിടെ CPM ഇടപെട്ട് ഈ മാനേജ്മെൻറ്റിന് വീണ്ടും ഒരു വെന്റിലേറ്റർ കിടന്ന മാനേജ്മെൻറ്റിനെ ആ വെന്റിലേറ്റർ എടുത്തു മാറ്റുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് സിൻഡിക്കേറ്റിലെടുത്ത തീരുമാനം തന്നെയാണ്. അതിന് ചുക്കാൻ പിടിച്ചത് CPM അംഗങ്ങൾ മാത്രമാണ്. അതിന് നിർദ്ദേശം കൊടുത്തത് AKG സെൻറ്ററിൽ നിന്നാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സർക്കാരിന് എത്രമാത്രം അധികാരമുണ്ട് മാനേജറെ മാറ്റാൻ? സർക്കാരിനും അധികാരമില്ല. ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ മാനേജ്മെൻറ്റ് ചൊൽപ്പടിയിൽ നിർത്താൻ ഈ ആക്ടിൻ്റെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ വയലേഷൻ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഞങ്ങൾ നിങ്ങളുടെ അഫിലിയേഷൻ വിഡ്രോ ചെയ്യാൻ പോകുന്നു. ടെമ്പററി ആയിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ കുട്ടികൾ പറയും ഞങ്ങൾ അപ്പോൾ എന്താ മാർഷമാർ പറയുന്നത് ഞങ്ങളുടെ ഇതിനേക്കാൾ ഗൗരവതരമായ ആക്ഷേപം ഉയർന്ന ടോംസ് കോളേജിന്റെ കാര്യത്തിൽ സാങ്കേതിക സർവകലാശാലയുടെ ഒരു സമിതി അവിടെ പോയി പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ മേൽ വിജിലൻസ് അന്വേഷണമാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിലും ഈ രേഖകളൊന്നുമില്ല. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പരിശോധനയിൽ തെളിഞ്ഞൊരു കാര്യം, രജിസ്ട്രാർ പോലും അറിയാതെ രജിസ്ട്രാറുടെ ഒപ്പിട്ട് വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ആ സ്ഥാപനത്തിന് ഈ അഫിലിയേഷൻ കിട്ടിയിരിക്കുന്നത് എന്നാണ്. എന്നിട്ട് പോലും അഫിലിയേഷൻ റദ്ദാക്കൽ നടപടിയിലേക്ക് അവിടെ പോയിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിൽ അവിടെ പോകുമെന്ന് കരുതാൻ കഴിയുമോ? കാരണം ഈ 1000 കുട്ടികളുടെ ഭാവി എന്നതാണ് ഒരു വിഷയമായി. അല്ല, സിൻഡിക്കേറ്റ് സമിതിയിൽ ഈ വോട്ടിനിട്ട് പരാജയപ്പെടുത്തുമ്പോൾ ഈ പറയുന്നൊരു കാര്യം ഈ വിദ്യാർത്ഥികളുടെ ഭാവിയല്ലേ? അതെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ആ കുട്ടികളെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആണ്. ഒരു കോളേജിൻ്റെ അഫിലിയേഷൻ പിൻവലിച്ച് നാളെ രാവിലെ പിൻവലിക്കുകയില്ല. മുൻകാല പ്രാബല്യത്തോടുകൂടി കേരളത്തിലെ ഇന്ത്യയിലെ ഒരു കോളേജിൻ്റെയും അഫിലിയേഷൻ പിൻവലിക്കുക സാധ്യമല്ല. കാരണം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അവിടെ അഫിലിയേഷൻ ഉള്ളതുകൊണ്ട് അഡ്മിഷൻ എടുത്തത് ആ കുട്ടികൾക്ക് അവിടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ അവസരം കൊടുക്കാം. പക്ഷേ അടുത്ത വർഷത്തേക്ക് അത് മാത്രമല്ല, അടുത്ത വർഷത്തേക്ക് അടുത്ത അക്കാഡമിക് ഇയർ മുതൽ നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ പാടില്ല, ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നിങ്ങൾ 15 ദിവസത്തിനകം ബോധ്യപ്പെടുത്തണം എന്ന് മാനേജ്മെന്റിനോട് പറഞ്ഞിരുന്നെങ്കിൽ പിറ്റേന്ന് രാവിലെ നാരായണനാരി സാറ് ഈ ലക്ഷ്മി നായരുടെ രാജിയും കൊണ്ട് സിൻഡിക്കേറ്റ് മുമ്പ് വന്നേനെ. അതിന് സമ്മതിക്കാതിരുന്നത് CPM സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാത്രമാണ്. തിരുവനന്തപുരത്ത് തന്നെ PAS എഞ്ചിനീയറിംഗ് കോളേജ് അഫിലിയേഷൻ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ലല്ലോ. യൂണിവേഴ്സിറ്റി നടപടിയില്ലേ? ആ നിലപാട് എന്തുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രാഹിൽ. ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന്
രാഹുലിന് പഴയ ബോധ്യം തന്നെയാണോ തുടർന്നുമുള്ളത്? സിൻഡിക്കേറ്റിന് സർവകലാശാലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെ കരുതുന്നുണ്ടോ? ഇപ്പോൾ അഫിലിയേഷൻ്റെ കാര്യം അത് റദ്ദാക്കണമെന്ന് ഒരു വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടിട്ടില്ല. പരാതി നൽകിയ 90ഓളം വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ വാദഗതികൾ. പക്ഷേ അപ്പോഴും ഒരു മാനേജ്മെൻറ്റ് മുട്ടുമടക്കില്ല എന്ന ബോധ്യമുണ്ട് എങ്കിൽ കർക്കശമായൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഈ അധികാരം ഒന്ന് പ്രയോഗിക്കാവുന്നതാണ്. അതങ്ങ് നടപ്പിൽ വരുത്തണമെന്നില്ല. ആ സമീപനം പുലർത്താതിരുന്നത് കൊണ്ടല്ലേ ഇന്ന് രാത്രിയിലും ഈ അക്കാദമി ഇനി എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ എന്നിങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നത് രാഹുലിനടക്കം? ഞാനിപ്പോൾ ലോ അക്കാദമി ലോ കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികളുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും എൻ്റെ അറിവിലേക്കില്ല. ഇവിടെ പ്രശ്നം ലോ അക്കാദമി ലോ കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ ഏകാധിപത്യ നടപടികളാണ് പ്രശ്നം. പ്രിൻസിപ്പളിൻ്റെ തിരിമറികളാണ് പ്രശ്നം. ഇവിടെ ഇന്റേണലിൻ്റെ പേരിൽ അറ്റൻഡൻസിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഹോസ്റ്റലിൻ്റെ അകത്ത് വിദ്യാർത്ഥികളുടെ സ്വകാര്യതയിൽ പോലും കടന്നു നില്ലുന്ന ക്യാമറകൾ പതിപ്പിക്കുകയാണ്. അത്തരം പ്രശ്നങ്ങൾ രാഹുൽ ഇതെല്ലാം പരിഹരിക്കുന്നു സർവകലാശാല അതിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട്. അതിനുശേഷം 68-ാം ചട്ടപ്രകാരം കൂടുതൽ